ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. ഒരു ദിവസം ചേട്ടൻ പുറത്ത് പോയി വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് വീണ് ശരിക്കും ആൾ മരിച്ച പോലെയായി. അങ്ങനെ അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ ഓടി വന്ന് അവർ ആസ്പത്രിയിൽ കൊണ്ടുപോയി, രാജഗിരിയിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് 72 മണിക്കൂർ കഴിയാണ്ട് ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടാം, സംസാരിക്കാൻ പറ്റില്ല, അങ്ങനെ നടക്കാൻ പറ്റില്ല, അങ്ങനെ കുറേ കാര്യങ്ങൾ ഡോക്ടർമാർ പറഞ്ഞു. അപ്പോൾ പിന്നെ തലയിൽ ബ്ലഡ് ക്ലോട്ടായിട്ടുണ്ട്, അപ്പോൾ അതിന് ഓപ്പറേഷൻ വേണം, അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ആയിത്തീരുമെന്നും ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അച്ഛനെ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളും പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ചേട്ടൻ വീണ ആ സമയത്തിന് മുമ്പ് ചേട്ടൻ തന്നെ എണീറ്റ് കണ്ണ് തുറന്നു, കഞ്ഞി കുടിച്ചു, എഴുന്നേറ്റ് നടന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ആളൊരു സൗഖ്യപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ അടുത്ത് തലേദിവസം ചേട്ടൻ ആസ്പത്രിയിൽ കൊണ്ടുപോകാൻ വന്നിരുന്ന കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അവരെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ദൈവം നമ്മൾ വിളിച്ചാൽ വരുമെന്നും അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്നും നമ്മൾ വിളിച്ച ആ ദൈവം നമ്മൾ വരുമെന്നും ഞങ്ങൾക്ക് ഇപ്പോഴാണ് വിശ്വാസമായെന്ന് പറഞ്ഞു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.